ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ എൻ്റെ ഷോർട്സിൽ ഇനി അങ്ങോട്ട് കുറച്ച് ബാംഗ്ലൂർ വ്ളോഗ്സ് ആയിരിക്കും വരാൻ പോകുന്നതെന്ന്. അങ്ങനെ ദേ നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്. അപ്പം ഞങ്ങൾ ഇന്ന് പുറത്ത് പോവാണ്. എവിടെയാണ് പോകുന്നത്? നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ് പോകാൻ പോകുന്നത്, ശിവാജി നഗർ. ഓക്കെ, അപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കേട്ടതായിട്ടുള്ള ഹൈപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. അപ്പൊ ഞങ്ങള് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലും ഒക്കെ പോയിട്ട് വന്നു. കുറച്ച് സാധനങ്ങളാണ് മേടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കുറെ പൈസയൊക്കെ ആയിട്ട് വരിക, നമുക്ക് കുറെ മേടിക്കാം. പിന്നെ ഇങ്ങനെ കിടന്ന് തപ്പണം അല്ലേ? കാലും നടുവും ഒക്കെ വേദനെടുക്കാൻ തുടങ്ങി. കുറെ നടക്കാനുണ്ട് അതിൻ്റെ അകത്തേ കൂടെ. എന്തായാലും സാധനങ്ങളുണ്ട്, വില കുറഞ്ഞത്, വില കൂടിയത് തൊട്ട് കുറഞ്ഞത് ഒരു സാധനങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ തപ്പി കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ ബ്രാൻഡും, പിന്നെ അവര് ആദ്യം തന്നെ 5000. അതെ, നമ്മളത് ബാർഗെയിൻ ചെയ്ത് കൊണ്ടുവരണം. എന്നാലാണ് നമുക്ക് നല്ലൊരു പ്രൈസിന് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്തൊക്കെയാ മേടിച്ചതെന്ന് കാണിച്ചു തരാം. എനിക്ക് അവിടെ നിന്ന് കുറെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കും. പെട്ടെന്ന് ഓരോരോ കടയിൽ ഇങ്ങനെ കയറുന്നതിൻ്റെ ഇടയ്ക്ക് വ്ളോഗ് എടുക്കാനുള്ള കാര്യമൊക്കെ തന്നെ ഞാൻ മറന്നുപോയി. പിന്നെ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്കിപ്പോൾ മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാന്ന് കാണാം. ഭയങ്കര കുറച്ചൊരു 3-4 സാധനം മേടിച്ചിട്ടുള്ളൂ. അതെന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഒരു ജീൻസ് മേടിച്ചു. ഒരു മോം ഫിറ്റ് ജീൻസ്, എനിക്കതില്ലായിരുന്നു. അപ്പൊ ഞാൻ അത് കണ്ടപ്പോൾ മേടിച്ചു. ഇതിന് എത്രയായി? 600 റുപ്പീസും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ജീൻസ് മേടിച്ചു കേട്ടോ. അതെ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ജീൻസ്. എല്ലാ സാധനങ്ങളും ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. കാരണം അവിടെ ഇരുന്ന് ഇങ്ങനെ പൊടി പിടിച്ചല്ല ഇങ്ങനെ ഇരിക്കണത്. കാണുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മേടിക്കാൻ തോന്നില്ല. പിന്നെ ഉള്ളതിൽ ഭേദമായിട്ടുള്ളതൊക്കെ നമുക്ക് തപ്പിയെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ജീൻസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ബ്ലൂ കളർ. പിന്നെ മേടിച്ചത് ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇതിന്റെ ഫ്രണ്ട് ഏതാ? ഇതല്ലേ? ഒരു ക്രോപ്പ് ടോപ്പ് കേട്ടോ. ഈ ഒരു കളറ് നല്ല ഇട്ട് നോക്കി. ഞാൻ എല്ലാം ഇട്ട് നോക്കിയിട്ടാണ് മേടിച്ചത്. അവിടെ നമുക്ക് ട്രയൽ റൂം ഒക്കെ ഉണ്ട് കേട്ടോ, അത് തന്നെ വലിയ കാര്യമാണ്. നമുക്ക് എല്ലാം എന്തോരം വേണമെങ്കിലും നമുക്ക് ഇട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഈ ഒരു ടോപ്പ് മേടിച്ചു. ഇട്ടപ്പോഴും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഈ ജീൻസിന്റെ കൂടെ നല്ലതായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇത് രണ്ടും ഒരു സ്ഥലത്ത് നിന്നാട്ടോ മേടിച്ചു, ഒരു കടയിൽ നിന്ന്. ഇതിന് 250 ഉള്ളൂ, 250 റുപ്പീസ് ഉള്ളൂ ഈ ഒരു ടോപ്പിന്. ഓക്കെ, 50 റുപ്പീസിനൊക്കെ നല്ല അടിപൊളി ടോപ്പാണ്. പിന്നെ മേടിച്ചത് അതുപോലെ തന്നെ ഒരു യെല്ലോ ടോപ്പാണ്. ഇത് ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ള. ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പ് മേടിച്ചു കഴിഞ്ഞാൽ കുറെ പ്രായം വരെ ഉപയോഗിക്കാൻ തോന്നുന്നുണ്ട്. നോക്കൂ, ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതും ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള, ഇട്ട് നോക്കിയപ്പോഴാണെങ്കിലും നല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇതും മേടിച്ചു. ഇത് രണ്ടും ആണെങ്കിൽ ആ ജീൻസിനോട് ഇട്ടാൽ നല്ലതായിരിക്കും. അതെ, ഇത് കണ്ടോ, കുറച്ച് ഇങ്ങനെ ഫ്രില്ലും ലേസൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. നല്ല അതെ, ഇങ്ങനത്തെ ടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറെ കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. ഈ കളർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇങ്ങനത്തെ സെയിം ടൈപ്പ് സെയിം മെറ്റീരിയൽ കളേഴ്സ് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ, പക്ഷെ ഇതെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം അവിടെ കണ്ടോളൂ. അതെ, അതിങ്ങ് എടുത്തോണ്ട് പോന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കണം. ഇപ്പൊ ഇതിലാണെങ്കിൽ 1,00,000 പൊടി ഉണ്ടാവും. ഞാൻ അവിടെ നിന്ന് തുമ്മി എന്റെ പൊന്നെ, ഞാൻ ഇവിടുന്ന് തുമ്മും, ഇവിടുന്ന് ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ 2 ടോപ്പും ഒരു ജീൻസും ആണ് ഞാൻ മേടിച്ചത്. ഇവളൊന്നും മേടിച്ചില്ല. പിന്നെ ഞാൻ
ഒരു ഷോപ്പിൽ കയറി നോക്കിയപ്പോൾ നല്ലൊരു കുർത്തി സെറ്റ് കണ്ടു. നല്ല നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടോ നല്ല കോട്ടൺ ഒരു ജയ്പൂർ കുർത്തി ലുക്കൊക്കെ ഉണ്ട് കണ്ടോ. ഇത് ഞാൻ എൻ്റെ സൈസിൽ ഉള്ളത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ നല്ല അടിപൊളി. അപ്പോൾ ഞാൻ എനിക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിൽ ചെറിയ എന്തോ ഒരു ഡാമേജ് കണ്ടപ്പോൾ ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ്, ഇത് 3 പീസ് സെറ്റാട്ടോ. ഇങ്ങനെ ഒരു സെറ്റിന് എന്തായാലും പുറത്തൊക്കെ ഒരു 1200 1500 ഒക്കെ ആവും പുറത്ത്. നമ്മൾ കുറഞ്ഞ റേറ്റ് കേട്ടോ. പക്ഷെ ഇവിടെ എനിക്കിത് എത്ര രൂപയ്ക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 800 റുപ്പീസിന് കിട്ടി. അപ്പോൾ അതിന് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. ഇത് നല്ല നോർമൽ അല്ല, ഒരു ഫ്ലെയർ പോലത്തെ വരുന്ന സ്ലിറ്റുള്ള കേട്ടോ അങ്ങനത്തെ കുർത്തിയാണ്. നല്ല കോട്ടൺ ആണ്. അപ്പം ഞാൻ ഇത് അമ്മയ്ക്ക് വേണ്ടി മേടിച്ചത് കേട്ടോ. ഇതിൻ്റെ ഇത് ടോപ്പ്, ഇതിൻ്റെ ഷോളും ബോട്ടം ഉണ്ട് കേട്ടോ. ബോട്ടം ഇങ്ങനെ വരും, ഒരു പെൻസിൽ പാൻറ് പോലെ. പിന്നെ അവിടെ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ പാന്റ് വന്നിട്ട് അതെ ധോത്തി പാൻസ് പോലെ. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ടോപ്പ് പക്ഷെ അടിപൊളിയായിരുന്നു. പക്ഷെ അങ്ങനെ തരില്ല അവര്, എല്ലാം കൂടെ ഒരുമിച്ച് തരുള്ളൂ. പിന്നെ ഇതാണ് അതിന്റെ ഷോള്, നല്ല കോട്ടൺ ആയിട്ടുള്ള, നമ്മളെ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ സാധനമാണ്. ഭയങ്കര എന്താ പറയാ ഒരു മിനിമലിസ്റ്റ്, ഭയങ്കര നല്ല ഒരു നല്ല ക്ലാസ് ആയിട്ടുണ്ടാവും ഇടുമ്പോൾ. ഓക്കെ, അപ്പൊ അങ്ങനെ. പിന്നെ ഞങ്ങൾ എന്താ മേടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ബ്രേസ്ലെറ്റ് മേടിച്ചു ഇവളുടെ ചേച്ചിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് പുള്ളിക്കാരി ഓൾറെഡി ഇന്ന് തന്നെ ഇട്ടുകൊണ്ട് പോയി. ഞങ്ങളിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് വ്ളോഗ് ഇപ്പോൾ ഇതൊക്കെ കാണിച്ച് എടുക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി അത് ഓഫീസിൽ ഇട്ടുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല. സിമ്പിൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ഇല്ലേ, മറ്റേ ബീഡ്സിന്റെ അങ്ങനെ. പിന്നെ മേടിച്ചതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ട്, സിമ്പിൾ ആയിട്ടുള്ള ഒരു പൊട്ട്, നമ്മുടെ നോർമൽ കറുത്ത പൊട്ട്. ഇതും ചേച്ചിക്ക് വേണ്ടി മേടിച്ചതാണ്. പിന്നെ ഞങ്ങൾ മാലയും വളയും കാര്യങ്ങളൊക്കെ നോക്കി. അതൊക്കെ കുറേ ഉണ്ട് അവിടെ. പക്ഷെ അതിലേക്കൊന്നും പെട്ടെന്ന് ശ്രദ്ധ പോയില്ല. എനിക്ക് തോന്നി കമ്മല് മേടിക്കായിരുന്നു. അതെ, കമ്മല് മേടിക്കാന്ന് ഞങ്ങളൊരു കടയിൽ കയറി പൊട്ട് മേടിച്ചു കൊടുത്ത് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നോക്കി വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു ഫോട്ടോ എടുക്കരുത്. ഫോട്ടോ എടുക്കും അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. നമ്മുടെ പുറകെ നടക്കണത് എന്ത് വേണം പിന്നെന്താ ഫോട്ടോ എടുക്കരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോ തന്നെ നമ്മുടെ ഒരു മൂഡ് പോകും. അപ്പൊ നമ്മള് നമുക്ക് വേണ്ടി തന്നെ ആയിരിക്കില്ലായിരിക്കും മേടിക്കണേ. വേറെ ഒരാൾക്ക് മേടിക്കുമ്പോ അവർക്ക് അയച്ചു അവർക്ക് ഇഷ്ടപ്പെടണല്ലോ. ഇഷ്ടപ്പെടാത്ത സാധനം മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തൊക്കെയാണ് ചിലപ്പോൾ ചോദിക്കുക. അപ്പൊ അവരൊന്നും അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് നമ്മുടെ ഫുൾ മൂഡും പോകും. ഒന്നാമത് നമ്മൾ അതിന്റെ ഉള്ളിൽ കൂടെ ഭ്രാന്ത് പിടിച്ചിരിക്കും നടക്കണത് അങ്ങനെ. അപ്പൊ കമ്മലുകൾ എന്തെങ്കിലും കൂടെ മേടിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുള്ളൂ. എന്തായാലും മേടിച്ച സാധനങ്ങളൊക്കെ നല്ല അടിപൊളി, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ്. വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഇതൊക്കെ ഇട്ടിട്ട് വേണം എനിക്ക് ഇതിൽ കൂടെ സ്റ്റൈൽ ചെയ്ത് നടക്കാൻ, സ്റ്റൈലിനായിട്ട് നടക്കാനായിട്ട്. എന്നെ സ്റ്റൈലിനാക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഏക ഉദ്ദേശം. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ പ്രതീക്ഷ അത്രയൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. എന്നാലും ഭയങ്കര റഷ്. അതെ, ഭയങ്കര റഷ്. പിന്നെ ട്രാഫിക്, നമുക്ക് വന്ന വഴിക്കാണെങ്കിൽ ഫുൾ നമ്മൾ വിശന്ന് ഭയങ്കര എക്സോസ്റ്റഡ് ആയി പോയി. നമ്മൾ നടക്കുന്ന കുഞ്ഞു വഴിക്കട, കുഞ്ഞു വഴിക്കടയാണെങ്കിലും എന്താ ഓട്ടോറിക്ഷയും ബൈക്കും എല്ലാം നടക്കാൻ സമയത്ത് നമ്മൾ 2 സ്റ്റെപ്പ് നോക്കുമ്പോഴത്തേനും ബാക്കിൽ നിന്ന് ഹോൺ അടിക്കും. അങ്ങനെ ഇങ്ങനെ നടക്കണം. അങ്ങനെ ഭയങ്കര, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എന്താ പറയാ, എല്ലാ ബ്രാൻഡ്സും തന്നെ അവിടെ ഉണ്ട് കടകൾ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് 1, 2, 3 ബ്രാഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോ ആയിക്കോട്ടെ, മാക്സ് ആയിക്കോട്ടെ, വെസ്റ്റ് സൈഡ് ആയിക്കോട്ടെ, ട്രെൻഡ്സ് ആയിക്കോട്ടെ, എല്ലാം. അതെ, പാന്റലൂൺ, മാക്ഡൊണാൾഡ്സ്, ഫുഡിന്റെ ആണെങ്കിലും കുറെ സാധനങ്ങൾ. പിന്നെ ഞങ്ങളൊരു വെറൈറ്റി സ്നാക്ക് മേടിച്ചായിരുന്നു കേട്ടോ അവിടെ നിന്ന്. ഈ സ്വീറ്റ് പൊറോട്ട വലിക്കുന്നത്. പക്ഷെ അതിന്റെ ഉള്ളില് എന്തോ മിൽക്ക് ഫ്ലേവറും പിന്നെ കോക്കനട്ട്, 2 ഫ്ലേവറാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടും ഹാഫ് ആയിട്ട് മേടിച്ചു. ദിൽകുഷ് ബണ്ണിനകത്തിരിക്കുന്നല്ലേ? അങ്ങനെ എന്തോ ഒരു സാധനം നല്ലായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനം. ഉള്ളില് എനിക്ക് ആ മിൽക്ക് ഫ്ലേവർ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. എന്റെ പേരെന്താന്ന് അറിയില്ല. ഞങ്ങൾ കണ്ടപ്പോ രസം തോന്നിയപ്പോ വിശന്നും ഇരിക്കുവായിരുന്നു. പിന്നെ ഞങ്ങള് ഓൾറെഡി വീട്ടിൽ നിന്ന് പഴം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് കഴിച്ച് വെറുതെ പണി മേടിക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നപ്പോ പഴവും ഈ സാധനവും പിന്നെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങള് വയറൊക്കെ നിറച്ചാണ് വീട്ടിലെത്തിയത്. എങ്ങനെയോ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ അങ്ങോട്ട് എടുത്താ വീട്ടിലെത്തിയത്. അത്രയും ട്രാഫിക് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. So if you guys like this video, do like, share and subscribe to my channel. Bye.